കഴിഞ്ഞ തവണ LDF വയനാട് കിട്ടിയ വോട്ടിൽ കാര്യമായ കുറവുണ്ട്. 70,000 വോട്ടിൽ വലിയ കുറവ് സംഭവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ആലോചിക്കുകയാണ് വയനാട് LDF നേതൃത്വം. നേരത്തെ വയനാട് ഇവിടെ ആ കലാകാരൻ്റെ മനോഹര സൃഷ്ടി വീണ്ടും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് പറഞ്ഞു വന്നത് അവിടെ പോളിംഗ് ശതമാനം ഗണ്യമായി കുറയുമ്പോഴും കോൺഗ്രസിന് അവരുടെ വോട്ടുകൾ പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഈ പറയുന്ന ഭൂരിപക്ഷത്തിൽ വലിയ ഗണ്യമായ കുറവുണ്ടാവാതെ വളരെ സേഫായി നോക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ LDF വോട്ടുകൾ കുറഞ്ഞത് എന്തുകൊണ്ട്, എങ്ങനെ എന്ന് പരിശോധിക്കാൻ തുടങ്ങുന്നു LDF നേതൃത്വം. മാത്രവുമല്ല, ഇത്ര വലിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ CPIM അവരുടെ ബ്രാഞ്ച് സമ്മേളനത്തിലൊക്കെയാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അതിനുള്ള അലങ്കാരങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന് അലങ്കാരങ്ങൾ ഇല്ലായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കൊട്ടിക്കലാശത്തിന് നമ്മൾ വയനാട് ഞാൻ നിന്ന് LDF ക്യാമ്പിലാണ്. ഈ പറയുന്ന കാര്യമായ സാധാരണ കുട്ടിക്കലാശം എന്നൊക്കെ പറയുന്നത് പ്രസ്റ്റീജ് എടുക്കാറുണ്ട്. അത് ഇപ്പൊ എത്ര ചെറിയ തെരഞ്ഞെടുപ്പാണെങ്കിലും നമ്മുടെ പാർട്ടിയുടെ ശക്തി എത്രത്തോളം ചെറുത് ആണെന്ന് പറഞ്ഞാൽ പോലും ഓരോരോ പാർട്ടികളും കുട്ടിക്കലാശത്തിന് അവരുടെ പരമാവധി പവർ കാണിക്കാറുണ്ട്. ഒരുപക്ഷെ വയനാട്ടിലെ CPM-ന്റെയും CPI-യുടെയും ശക്തിക്ക് അനുസൃതമായ ഒരു കുട്ടിക്കലാശം അവിടെ ഉണ്ടായില്ല. പരാജയം എന്നാണോ അതോ ഈ പറയുന്ന പോലെ TC പറയുന്ന പോലെ LDF വേണ്ട രീതിയിൽ തെരഞ്ഞെടുപ്പിന് ഇപ്പം സത്യമോഹരി പറയുന്നുണ്ടല്ലോ, തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്തിനു വോട്ട് ചെയ്യണം എന്ന് ജനം ആലോചിച്ചിട്ടുണ്ടോ സംശയിക്കുന്നു. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത്രത്തോളം വോട്ട് കുറയേണ്ട കാര്യമില്ല. അപ്പം എന്താണ് ഈ പറയുന്ന വോട്ട് കുറയാനുള്ള കാരണം എന്നത് രാഷ്ട്രീയമായി പരിശോധിക്കാൻ പോകുന്നു വയനാട് LDF നേതൃത്വം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ CPI ദേശീയ നേതാവ് ആനി രാജ മത്സരിച്ചപ്പോൾ 2,83,023 വോട്ടുകളാണ് LDF-ന് നേടാനായത്. 2019-നേക്കാൾ 0.85% വോട്ടുകൾ ആനി രാജയ്ക്ക് കൂടുതൽ ലഭിച്ചു. ആനി രാജയ്ക്ക് വേണ്ടി LDF ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ LDF ക്യാമ്പ് അത്ര കണ്ട് സജീവമായിരുന്നില്ല. വയനാട്ടുകാർക്ക് സുപരിചിതനായിട്ടും സത്യൻ മൊകേരിക്ക് വോട്ട് കുറഞ്ഞത് മുന്നണി ബന്ധത്തിന് തന്നെ തലവേദനയാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ചാൽ മറ്റ് പ്രചാരകരൊന്നും വയനാട്ടിൽ LDF-നായി എത്തിയിരുന്നില്ല. പാർട്ടി വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. വോട്ടേഴ്സിന് വേണ്ട സ്ലിപ്പുകൾ പോലും പലയിടങ്ങളിലും വിതരണം ചെയ്തില്ലെന്ന് ആക്ഷേപമുണ്ട്. തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലാണ്, അധ്വാനത്തിന്റെ വിലയിരുത്തലാണ്. ആ അധ്വാനത്തിന്റെ വിലയിരുത്തൽ അനുസരിച്ച് മാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ആ പ്രവർത്തനം ഇടതുപക്ഷത്തിൻ്റെതും BJP-യുടെയും നല്ല രീതിയിൽ ഇവിടെ നടന്നിട്ടില്ല. CPI-യുടെ സ്ഥാനാർത്ഥിയോട് CPM നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. പ്രിയങ്ക ഗാന്ധി തരംഗം, ഉപതെരഞ്ഞെടുപ്പിനോടുള്ള ആളുകളുടെ വിമുഖത, നിഷ്പക്ഷ വോട്ടുകൾ പോൾ ചെയ്തതിലെ കുറവ് എന്നിവ സത്യൻ മൊകേരിക്ക് വോട്ട് കുറയുന്നതിന് കാരണമായി LDF വിലയിരുത്തുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരധിവാസത്തിലുൾപ്പെടെ സർക്കാരിന് വന്ന വീഴ്ചയും വോട്ട് കുറഞ്ഞതിന് കാരണമായി എന്ന വിമർശനമുണ്ട്. 24 വയനാട്.